എല്ലാവർക്കും PSC ലളിതത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കുന്നത് ഐക്യ കേരള പ്രസ്ഥാനത്തിനെ കുറിച്ചാണ്. അപ്പം ഏത് ലെവൽ ഓഫ് എക്സാം ആണെങ്കിലും 10th ലെവൽ ആയാലും +2 ലെവൽ ആയാലും ഡിഗ്രി ലെവൽ ആയാലും ഏത് ലെവൽ ഓഫ് എക്സാം ആയാലും നമ്മൾ ഐക്യ കേരള പ്രസ്ഥാനത്തിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പം അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇന്ത്യയുടെ രാഷ്ട്രീയ പരീക്ഷണശാല എന്നറിയപ്പെടുന്നത് കേരളമാണ്. ഇന്ത്യയിലെ രാഷ്ട്രീയ പരീക്ഷണശാല കേരളമാണ്. ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം മലയാളം സംസാരിക്കുന്നവർക്ക് വേണ്ടി ഒരു ഏകീകൃത സംസ്ഥാനം രൂപീകരിക്കുന്നതിനായി നടന്ന ആദ്യ സമ്മേളനമാണ് ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം. 1921 ഏപ്രിൽ 23 മുതൽ 26 വരെയാണ് ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം നടക്കുന്നത്. ഇതിന്റെ വേദി എവിടെയാണ്? പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലമാണ് ഇതിന്റെ വേദി. അധ്യക്ഷൻ ആരായിരുന്നു? ടി പ്രകാശമാണ് അധ്യക്ഷൻ. ആന്ധ്ര കേസരി എന്നറിയപ്പെടുന്നത് ടി പ്രകാശമാണ്. അപ്പൊ 1921 പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്താണ് നടന്നത്. എന്ന് മുതലാണ്? ഏപ്രിൽ 23 മുതൽ 26 വരെയാണ്. അധ്യക്ഷൻ ആരാണ്? ടി പ്രകാശമാണ്. അപ്പൊ ഇത്രയാണ് ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം. ഇപ്പൊ മലബാർ, കൊച്ചി, തിരുവിതാംകൂർ എന്നിവിടങ്ങളിലെ പ്രതിനിധികൾ ഒന്നിച്ച് പങ്കെടുത്ത ആദ്യ സമ്മേളനമാണിത്. അപ്പൊ മലബാർ, കൊച്ചി, തിരുവിതാംകൂർ എന്നിവിടങ്ങളിലെ പ്രതിനിധികൾ ഒന്നിച്ച് പങ്കെടുത്ത ആദ്യ സമ്മേളനമാണിത്. അപ്പൊ ഇതിനെ തുടർന്നാണ് KPCC നിലവിൽ വരുന്നത്. KPCCയുടെ ആദ്യ സെക്രട്ടറി ആരായിരുന്നു? കെ മാധവൻ നായരായിരുന്നു. KPCCയുടെ ആദ്യ സെക്രട്ടറി കെ മാധവൻ നായരാണ്. 1923 പാലക്കാട് വെച്ച് രണ്ടാം കേരള കോൺഗ്രസ് സമ്മേളനം നടക്കുന്നത്. 1923 രണ്ടാം കേരള കോൺഗ്രസ് സമ്മേളനം നടക്കുന്നത്. ഇതിന്റെ അധ്യക്ഷൻ സരോജിനി നായിഡു ആണ്. അപ്പൊ രണ്ടാമത്തെ അധ്യക്ഷൻ ആരായിരുന്നു? സരോജിനി നായിഡു ആണ്. മൂന്നാം കേരള കോൺഗ്രസ് സമ്മേളനം നടക്കുന്നത് 1927 ഏപ്രിലാണ്. 1927 ഏപ്രിലാണ്. വേദി എവിടെയാണ്? കോഴിക്കോടാണ്. ഇതിന്റെ അധ്യക്ഷൻ BG ഹോർണിമാൻ ആണ്. BG ഹോർണിമാൻ കോഴിക്കോടാണ്. 1927 ഏപ്രിലാണ് മൂന്നാം കേരള കോൺഗ്രസ് സമ്മേളനം. ഇനി പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനം കേരളത്തെ ഒരു പ്രത്യേക സംസ്ഥാനമായി പുനഃസംഘടിപ്പിക്കണം എന്ന പ്രമേയം അവതരിപ്പിച്ച കോൺഗ്രസ് സമ്മേളനമാണ് പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനം. 1928 മെയ് 25 മുതൽ 27 വരെയാണ് പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനം നടക്കുന്നത്. 1928 മെയ് 25 മുതൽ 27 വരെ. ഇതിന്റെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു ആണ്. അപ്പൊ പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു ആണ്. അഖില കേരള കുടിയാൻ സമ്മേളനം നടന്നത് എന്നാണ്? 1928 എറണാകുളത്ത് വെച്ചാണ് അഖില കേരള കുടിയാൻ സമ്മേളനം നടന്നത്. ഇതിന്റെ അധ്യക്ഷൻ ലാലാ ലജ്പത് റായ് ആണ്. കേരളത്തെ ഒരു പ്രത്യേക പ്രവിശ്യ ആക്കണമെന്നാവശ്യപ്പെട്ട് നടന്ന പ്രൊവിൻഷ്യൽ സമ്മേളന വേദിയാണ് കോഴിക്കോട് ജില്ലയിലെ വടകര. ഇതിന്റെ അധ്യക്ഷൻ JM സെൻഗുപ്തയാണ്. കേരളത്തെ ഒരു പ്രത്യേക പ്രവിശ്യ ആക്കണമെന്ന് ആവശ്യപ്പെട്ട് നടന്ന പ്രൊവിൻഷ്യൽ സമ്മേളന വേദിയാണ് കോഴിക്കോട് ജില്ലയിലെ വടകര. അതിന്റെ അധ്യക്ഷൻ JM സെൻഗുപ്തയാണ്. 1937 തിരുവനന്തപുരത്ത് വെച്ച് ഐക്യ കേരളത്തിന് വേണ്ടി ഒരു സമ്മേളനം നടന്നു. 1937 തിരുവനന്തപുരത്ത് വെച്ച്. ഇതിന്റെ അധ്യക്ഷൻ പട്ടാഭി സീതാരാമയ്യയാണ്. കോൺഗ്രസിന്റെ ഔദ്യോഗിക ചരിത്രകാരൻ എന്ന് വിശേഷിപ്പിക്കുന്നത് പട്ടാഭി സീതാരാമയ്യയാണ്. ഐക്യ കേരള പ്രസ്ഥാനം ശക്തമാക്കാൻ KPCC ഉപസമിതി രൂപീകരിച്ചത് 1946 ഐക്യ കേരള പ്രസ്ഥാനം ശക്തമാക്കാൻ KPCC ഉപസമിതി രൂപീകരിച്ചത് 1946. ഉപസമിതിയുടെ യോഗത്തിന് അധ്യക്ഷത വഹിച്ചത് KP കേശവ മേനോനാണ്. ഇതിന്റെ വേദി എവിടെയാണ്? ചെറുതുരുത്തിയാണ് ഇതിന്റെ വേദി ചെറുതുരുത്തിയാണ്. ഐക്യ കേരള സമ്മേളനം. ഐക്യ കേരളം എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച നാട്ടുരാജ്യ സമ്മേളനമാണ് 1928 ഏപ്രിലില് എറണാകുളത്ത് വെച്ച് നടന്ന സമ്മേളനം.
ഉപസമിതിയുടെ തീരുമാനപ്രകാരം ഐക്യ കേരള സമ്മേളനം നടന്നത് 1947 ഏപ്രില് തൃശ്ശൂരാണ്. അപ്പോൾ ഐക്യ കേരള സമ്മേളനത്തിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. ഐക്യ കേരളം എന്ന ആശയം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ച് നാട്ടുരാജ്യ സമ്മേളനം നടന്നത് 1928 ഏപ്രിലിൽ എറണാകുളത്ത് വെച്ചാണ്. എന്നാൽ ഉപസമിതിയുടെ തീരുമാനപ്രകാരം ഐക്യ കേരള സമ്മേളനം നടന്നത് 1947 ഏപ്രിലാണ് തൃശ്ശൂര് വെച്ചാണ് നടന്നത്. ഇതിന്റെ അധ്യക്ഷൻ ആരാണ്? കെ കേളപ്പനാണ്. ഒരുപാട് തവണ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഇത്. ഓർത്ത് വെച്ചിരിക്കുക. വർഷം 1947, സ്ഥലം എവിടെയാണ്? തൃശ്ശൂര്. ഏപ്രിലാണ്. അധ്യക്ഷൻ കെ കേളപ്പനാണ്. അപ്പൊ ഇത് ഇത്രയും നമ്മൾ ഓർത്ത് വെച്ചിരിക്കുക. ഐക്യ കേരളം എത്രയും വേഗം സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രമേയം അവതരിപ്പിച്ചത് ആരാണ്? ഈ മൊയ്ദ് മൗലവിയാണ്. ഐക്യ കേരളം എത്രയും വേഗം സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രമേയം അവതരിപ്പിച്ചത് ഈ മൊയ്ദ് മൗലവിയാണ്. ഐക്യ കേരള പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യം എന്താണ്? മലയാളം സംസാരിക്കുന്ന ആളുകളെ യോജിപ്പിച്ചുകൊണ്ട് ഒരു സംസ്ഥാനം രൂപീകരിക്കുക എന്നതാണ് ഐക്യ കേരള പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യം. സ്വാതന്ത്ര്യാനന്തരം ഐക്യ കേരള സമ്മേളന വേദി 1948 ഫെബ്രുവരിയിൽ ആലുവയിലാണ്. അപ്പൊ സ്വാതന്ത്ര്യാനന്തരം ഐക്യ കേരള സമ്മേളനത്തിന്റെ വേദി ആലുവയാണ്. 1948 ഫെബ്രുവരിയിലാണ് ആ സമ്മേളനം നടന്നത്. ഇതിന്റെ പ്രസിഡന്റ് കെ കേളപ്പനാണ്. സെക്രട്ടറി കെ ദാമോദര മേനോനാണ്. ഐക്യ കേരളം തമ്പുരാൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് ആരെയാണ്? കേരളവർമ്മ ഏഴാമനെയാണ്. ഐക്യ കേരളം തമ്പുരാൻ എന്നറിയപ്പെട്ടത് കേരളവർമ്മ ഏഴാമനാണ്. ഐക്യ കേരളം എന്ന കവിത ആരുടേതാണ്? ബാലാമണി അമ്മയുടേതാണ്. ഐക്യ കേരളം എന്ന കവിതയാണെങ്കിൽ അത് ബാലാമണി അമ്മയുടേതാണ്. ഐക്യ കേരളം എന്ന ആവശ്യം ആദ്യമായി ഉന്നയിച്ച കൃതി ഏതാണ്? EMSന്റെ 1.25 കോടി മലയാളികൾ എന്ന കൃതിയാണ്. ഐക്യ കേരളം എന്ന ആവശ്യം ആദ്യമായി ഉന്നയിച്ച കൃതിയാണ് EMSന്റെ 1.25 കോടി മലയാളികൾ. ഐക്യ കേരളം പ്രതിജ്ഞ കവിതയായി എഴുതിയത് ആരാണ്? ഐക്യ കേരളം പ്രതിജ്ഞ കവിതയായിട്ട് എഴുതിയത് NV കൃഷ്ണവാര്യരാണ്. NV കൃഷ്ണവാര്യർ. ഇനി തിരുക്കൊച്ചി സംയോജനം. തിരുക്കൊച്ചി സംയോജനം നടന്നത് 1949 ജൂലൈ 1-നാണ്. 1949 ജൂലൈ 1-നാണ് തിരുക്കൊച്ചി സംയോജനം നടന്നത്. തിരുവിതാംകൂർ രാജാവ് തിരുക്കൊച്ചി സംസ്ഥാനത്തിന്റെ രാജപ്രമുഖായി സ്ഥാനമേറ്റു. അപ്പൊ ഫസ്റ്റ് രാജപ്രമുഖ ആരായിരുന്നു? ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ്. തിരുവിതാംകൂർ രാജാവാണ് തിരുക്കൊച്ചി സംസ്ഥാനത്തിന്റെ രാജപ്രമുഖായിട്ട് സ്ഥാനമേറ്റത്. ഫസ്റ്റ് രാജപ്രമുഖ ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ്. ഉപരാജപ്രമുഖായി തിരഞ്ഞെടുത്തത് കൊച്ചിയിലെ രാജാവായിരുന്ന പരീക്ഷത്ത് രാജാവിനെയാണ്. അദ്ദേഹം പക്ഷെ അത് നിരസിച്ചു. അപ്പൊ തിരുക്കൊച്ചി സംസ്ഥാനത്തെ ആദ്യ മുഖ്യമന്ത്രിയായത് പറവൂർ TK നാരായണപിള്ളയാണ്. തിരുക്കൊച്ചി സംസ്ഥാനത്തിന്റെ ആദ്യ മുഖ്യമന്ത്രിയായത് പറവൂർ TK നാരായണപിള്ളയാണ്. ലാസ്റ്റ് മുഖ്യമന്ത്രി പനമ്പള്ളി ഗോവിന്ദ മേനോനാണ്. അപ്പൊ തിരുക്കൊച്ചിയുടെ ലാസ്റ്റ് മുഖ്യമന്ത്രി പനമ്പള്ളി ഗോവിന്ദ മേനോനാണ്. കൊച്ചിയിലെ ആദ്യ പ്രധാനമന്ത്രിയും പനമ്പള്ളി ഗോവിന്ദ മേനോനാണ്. കൊച്ചിയിലെ ആദ്യ പ്രധാനമന്ത്രി പനമ്പള്ളി ഗോവിന്ദ മേനോനാണ്. കൊച്ചിയിലെ അവസാനത്തെ പ്രധാനമന്ത്രി ഇക്കണ്ട വാര്യരാണ്. കൊച്ചിയിലെ അവസാന പ്രധാനമന്ത്രി ഇക്കണ്ട വാര്യർ. തിരുവിതാംകൂറിലെ ആദ്യ പ്രധാനമന്ത്രി പട്ടം താണുപിള്ള. തിരുവിതാംകൂറിലെ അവസാന പ്രധാനമന്ത്രി പറവൂർ TK നാരായണപിള്ള. അപ്പൊ ഇതെല്ലാം ഓർത്തു വെച്ചിരിക്കുക. കൊച്ചിയില് പ്രായപൂർത്തി വോട്ടവകാശത്തോടെയുള്ള ഉത്തരവാദ ഭരണത്തിന് വേണ്ടി രൂപം കൊണ്ട സംഘടനയാണ് കൊച്ചി രാജ്യ പ്രജാമണ്ഡലം. ഈ കൊച്ചി രാജ്യ പ്രജാമണ്ഡലം നിലവിൽ വന്നത് 1941 ജനുവരി 26-നാണ്. അപ്പൊ കൊച്ചിയില് പ്രായപൂർത്തി വോട്ടവകാശത്തോടെയുള്ള ഉത്തരവാദ ഭരണത്തിന് വേണ്ടി രൂപം കൊണ്ട സംഘടനയാണ് കൊച്ചി രാജ്യ പ്രജാമണ്ഡലം. അത് 1941 ജനുവരി 26-നാണ് നിലവിൽ വന്നത്. ഇതിന്റെ ആദ്യ സമ്മേളനം ഇരിങ്ങാലക്കുടയിൽ വെച്ചാണ്. പ്രധാന നേതാക്കൾ ആരൊക്കെയാണ്? ഇക്കണ്ട വാര്യർ, പനമ്പള്ളി ഗോവിന്ദ മേനോൻ, K അയ്യപ്പൻ.
ഇപ്പൊ തിരുവിതാംകൂറിലെ സ്വാതന്ത്ര്യ സമരത്തിലെ ത്രിമൂർത്തികൾ എന്നറിയപ്പെടുന്നത് ആരൊക്കെയാണ്? പട്ടം താണുപിള്ള, TM വർഗീസ്, C കേശവൻ. തിരുവിതാംകൂറിലെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ത്രിമൂർത്തികൾ എന്നറിയപ്പെടുന്നത് പട്ടം താണുപിള്ള, TM വർഗീസ്, C കേശവൻ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. എല്ലാവരും നോട്ട് എഴുതി വെച്ച് നന്നായിട്ട് റിവൈസ് ചെയ്യുക, വീണ്ടും കേൾക്കുക. ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്